Hi everyone, welcome back to Wisdom Academy classes. So നമ്മളുടെ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്, എന്താണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന റേഷ്യോസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. സൈൻ, കോസ്, കൊസീക്, സീക്, ടാൻ, കോട്ട്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് വെച്ചിട്ട് എഴുതുക എന്ന് നമ്മൾ പഠിച്ചു. അതേമാതിരി തന്നെ പിന്നെ പഠിച്ചിട്ടുള്ളത് ടാനും കോട്ടും തമ്മിലുള്ള റിലേഷൻ, സൈനും കൊസീക്കും തമ്മിലുള്ള റിലേഷൻ, കോസും സീക്കും ഒക്കെ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അല്ലേ. റെസിപ്രോക്കൽ റിലേഷൻസ് ആണ് ഇതെല്ലാം തമ്മിലുള്ളത്. പിന്നെ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തും പഠിച്ചു, കുറച്ച് പ്രോബ്ലംസും ചെയ്യാൻ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഇത്രയും ക്ലാസ് ഡീൽ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് വാല്യൂസ്, അതായത് കുറച്ച് ട്രിഗ്നോമെട്രിക്കൽ വാല്യൂസ് ആണ്. അതായത് 0 ഡിഗ്രിയിൽ എന്താണ് സൈൻ്റെ വാല്യൂ, അല്ലെങ്കിൽ 45 ഡിഗ്രിയിൽ എന്താണ് കോസിൻ്റെ വാല്യൂ, അങ്ങനെയൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. പിന്നെ അതേമാതിരി തന്നെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ എടുത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ നമ്മൾ എടുത്ത് തരുന്നുണ്ടാവും. ഈ ഓൺഗോയിങ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ എടുക്കാം കേട്ടോ. ഓക്കെ. പിന്നെ അതേമാതിരി തന്നെ ക്ലാസ് കണ്ടിട്ട് കുട്ടികൾ നമുക്ക് വാട്സപ്പിൽ PDF അയച്ചു തന്നിട്ട് സോൾവ് ചെയ്ത് തരാൻ പറ്റുമോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്. നമ്മൾ പരീക്ഷ എടുക്കും തോറും ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക, അതായത് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും മാർക്കിങ്ങിൽക്കും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് അതിലേക്ക് അയക്കാവുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻസിൻ്റെ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ പ്രൊവൈഡ് ചെയ്ത് തരാവുന്നതാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു തരാം. ഓക്കെ. സോ ഈ ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ, അതായത് നമ്മൾ പെട്ടെന്ന് ഒരു സൈൻ 30 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല അല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമ്മളിങ്ങനെ റാൻഡംലി ഒരു സൈൻ 45 എന്താണ്, അല്ലെങ്കിൽ കോസ് 90 എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കി വേ ആണ് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഇത് ട്രിക്കി വേ ആയിട്ട് തോന്നണമെന്നില്ല. തോന്നുന്നവർ ഇതേ രീതിയിൽ പഠിക്കുക, അല്ലാത്തവർ ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. അല്ലാത്തവർക്ക് ഒരു ട്രിക്കി വേ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നത് മാത്രം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് 5 വാല്യൂസ് ആണ് പഠിക്കാനുള്ളത്: 0, 30, 45, 60, 90. ഓക്കെ. അപ്പോൾ ഈ ഒരു 5 വാല്യൂസ് ആണ് നമുക്ക് ഓരോ ട്രിഗ്നോമെട്രിക്കിനും കറസ്പോണ്ടിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ആകെ സൈനിൻ്റെ വാല്യൂസ് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ഒരു സൈനസോയിഡൽ വേവ്, അതായത് നമ്മളുടെ നിങ്ങൾ ഈ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമ്മളുടെ AC വേവ് എന്നൊക്കെ പറഞ്ഞിട്ട്, AC സപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ഒരു സൈനസോയിഡൽ വേവ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈനസോയിഡൽ വേവിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യും മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സൈനിൻ്റെ കേസിൽ ഏറ്റവും മിനിമം വാല്യൂ 0യും ഏറ്റവും മാക്സിമം വാല്യൂ 1ഉം ആണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അതായത് ഇതൊരു 90 ഡിഗ്രിയിലാവുമ്പോഴാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത്. ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വേവ് ഒന്നും പഠിക്കാനുണ്ടായിരിക്കില്ല. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഇത് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇതാണ് ഒരു സൈനസോയിഡൽ വേവിൽ. സൈനസോയിഡൽ വേവിൽ ഏറ്റവും മിനിമം വാല്യൂ ഇറ്റ് ഇസ് 0 ആൻഡ് മാക്സിമം വാല്യൂ ഇസ് 1. ഓക്കെ. അപ്പോൾ ഇവിടെ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? സൈൻ 0 ഡിഗ്രി ആണ് അല്ലേ. അപ്പം മിനിമം വാല്യൂ 0 നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നു. മാക്സിമം വാല്യൂ ആയിട്ടുള്ള 1 എന്ത് ചെയ്യുന്നു? എൻഡിൽ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു വേവിൽ നിന്ന് ഈ 2 ഡാറ്റാസ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. മിനിമം വാല്യൂ ഇസ് 0 ആൻഡ് മാക്സിമം വാല്യൂ ഇസ് 1. ഇനി ഈ 0ക്കും 1നും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂസ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇവിടെ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അത് ഓർത്തിരിക്കുക. 0ക്കും 1നും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് മാത്രമാണ് നിങ്ങൾക്ക് 30ലും 45ലും 60ലും കിട്ടാനായിട്ട് പാടുള്ളൂ. അതും ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ വാല്യൂ 1/2, ദാറ്റ് ഇസ് 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.5. 1/√2 √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.4 സംതിങ് ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.5നേക്കാളും കുറച്ച് വലിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ. ഓക്കെ. അപ്പോൾ 45 ഡിഗ്രിയിൽ 1/√2 ആണ്, 60 ഡിഗ്രിയിൽ √3/2 ആണ്. ഈ വാല്യൂസ് മാത്രം നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാം.
ഈ 0യും 90യും ഇപ്പൊ വന്ന രീതി എങ്ങനെയാന്ന് പറഞ്ഞു തന്നു. ഇനി 0ന്റെയും 90 ഡിഗ്രിയിലും ഇടയ്ക്ക് വരുന്ന, അതായത് 0ക്കും 1നും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് മാത്രമാണ് ഇൻ ബിറ്റ്വീൻ ഈ 30ലും 45ലും 60ലും വരിക എന്നുള്ളതും ഓർത്ത് വെക്കാം. 0, 1/2, 1/√2 ആൻഡ് √3/2. ഇപ്പൊ ഈ സൈനിന്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ വളരെയധികം എളുപ്പമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഫില്ല് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഈ ഒരു വാല്യൂ നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സൈനിന്റെ വാല്യൂ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കാം. എങ്ങനെയെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കി വേലോ അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക, അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന എങ്ങനെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ചു വെക്കുക. തെറ്റാത്ത രീതിയിൽ പഠിച്ചു വെക്കുക. ഇനി നമ്മളിവിടെ സൈൻ എങ്ങനെയാണ് ഫില്ല് ചെയ്തത്? ഇവിടെ നിന്നാണ് ഫില്ല് ചെയ്തത് അല്ലേ? അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഫില്ല് ചെയ്തത്. കോസ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സൈനിന്റെ റൈറ്റ് സൈഡ് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അതായത് കോസിന്റെ മിനിമം വാല്യൂ 1. നെക്സ്റ്റ് അടുത്ത വാല്യൂ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ദാറ്റ് ഇസ് 1. നെക്സ്റ്റ് വാല്യൂ എന്താണ്? ഇറ്റ് ഇസ് √3/2. നെക്സ്റ്റ് വാല്യൂ എന്താണ്? 1/√2. അത് ഇവിടെ തന്നെ എഴുതണം. നെക്സ്റ്റ് വാല്യൂ എന്താണ്? 1/2 ആണ്. നെക്സ്റ്റ് വാല്യൂ എന്താണ്? 0 ആണ്. അതായത് സൈൻ എങ്ങനെയാണോ നമ്മൾ എഴുതിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കോസ് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പൊ കോസിന്റെ ഒരു റോയും കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ട്രിക്കി വേ ഇതാണ്. സൈനിന്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കാം. സൈന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഫില്ല് ചെയ്ത ആ റൈറ്റ് സൈഡിലത്തെ വാല്യൂ ആദ്യം എന്ത് ചെയ്യാം, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലത്തെ തുടക്കമായിട്ട് എഴുതാം. നെക്സ്റ്റ് ടാൻ നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കണമെന്നില്ല. ബിക്കോസ് സൈൻ ബൈ കോസ് ആണ് നമ്മളുടെ എന്ത് ടാൻ വരുന്നത് അല്ലെ. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ ബൈ കോസ്. സൈൻ ഇവിടെ എന്താണ്? 0. 0/1 ഇറ്റ് ഇസ് 0. അപ്പൊ ഈ രണ്ട് വാല്യൂസ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ടേബിൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അതും ഈ 3 വാല്യൂസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ജസ്റ്റ് ഈ സൈനിന്റെ വാല്യൂ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇത് എന്താ വരിക? 1/2 √3/2. 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/√3. നെക്സ്റ്റ് 1/√2 ഇറ്റ് ഈസ് 1. √3/2 1/2. 2 ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഇസ് √3/1. ഇറ്റ് ഇസ് സിംപ്ലി √3. ഇനി നെക്സ്റ്റ് എന്താണ്? സൈൻ ബൈ കോസ് ദാറ്റ് ഇസ് 1/0. 1/0 എന്താണ്? ആക്ച്വലി അത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അവിടെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു വേർഡ് ആണ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഇസ് 1/0. 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമുക്ക് മാത്സിൽ പഠിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇൻഫിനിറ്റി എന്നല്ല എഴുതാൻ പോകുന്നത്. ഇറ്റ് ഇസ് ജസ്റ്റ് റിട്ടൺ ആസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്? ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വേർഡ് ആയിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണുന്നത്. ഇത് ആക്ച്വലി ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഇത് എന്താണ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കോസീക്. കോസീക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1/sin അല്ലെ. ഓക്കെ, 1/sin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി ചെയ്ത് നോക്കി നോക്കുക. 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. എൻഡിങ് ആണ് ഞാൻ ഇപ്പൊ എഴുതുന്നത് കേട്ടോ. ഇനി 1/1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ റെസിപ്രോക്കൽ ദാറ്റ് ഇസ് 2/1 or it is simply 2. It is √2/1 that is simply √2 and it is 2/√3 and it is 1/1 it is 1. നിങ്ങൾ എല്ലാ വാല്യൂസും ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന വാല്യൂസും. ഓക്കെ, നെക്സ്റ്റ് സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1/cos. 1/cos എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/1, 2/√3 and it is 1/1/√2 or it is simply √2. 1/1/2 it is 2. Sorry, it is 2. And next എന്താണ്? 1/0 ആണ് അല്ലെ. 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അഗെയിൻ നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1/10. ഓക്കെ, അപ്പോൾ 1/10 ഇറ്റ് ഈസ് അഗെയിൻ നോട്ട് ഡിഫൈൻഡ്. 1/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. 1/1/√3 ഇറ്റ് ഈസ് √3. 1/1 ഇറ്റ് ഈസ് 1. 1/√3 എന്ന് വരും അല്ലെ. സിംപ്ലി √3 ഇറ്റ് ഈസ് 1/√3. ഓർ ഇതെന്താണ്? 1/infinity. 1/infinity എന്താണ് വരുന്നത്? അല്ലെങ്കിൽ 1/not defined എന്നാണ് വരുന്നത്. ഈ ഇൻഫിനിറ്റിനെ ഡിനോമിനേറ്ററിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ.
ഇതായിരിക്കും നമ്മളുടെ എന്ത് വരുന്നുണ്ടാവുക, ആൻസർ വരുന്നുണ്ടാവുക. ജസ്റ്റ് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. ഇതൊക്കെ തന്നെയായിരിക്കും നമ്മളുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന വാല്യൂസ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. നിങ്ങൾ ഒരിക്കലും ഇത് ബൈ ഹാർട്ട് പഠിച്ച് തെറ്റിക്കുന്ന രീതിയിൽ ബൈ ഹാർട്ട് പഠിച്ചു വെക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രിക്കി വേയിൽ വേണം പഠിച്ചു വെക്കാനായിട്ട്. കാരണം നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ ഒന്നാമത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനിലായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ബൈ ഹാർട്ട് പഠിച്ച കാര്യങ്ങളും കൂടെ നമുക്ക് ഒരു വാല്യൂ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് തൊട്ടിട്ട് പിന്നെ അങ്ങോട്ടേക്കുള്ള എല്ലാ സ്റ്റെപ്പും തെറ്റാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഈ ഒരു വാല്യൂസ് തെറ്റിക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രിക്കി വേയിൽ അത് റീകളക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സൈനിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തൊട്ടിട്ട് 1 വരെയാണ്. ഇൻ ബിറ്റ്വീനുള്ള വാല്യൂസ് വേണം നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട്. ഇറ്റ് ഇസ് 0.5, ഇതൊരു 0.7 കിട്ടുന്നുണ്ടോ. ഇതും നിയർ അബൌട്ട് 0.8 ആ ഒരു റേഞ്ച് തന്നെയാണ് കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് 1 കിട്ടും. ഇവിടെ എങ്ങനെയാണ് എഴുതിയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോസ് ഫില്ല് ചെയ്യാം. ബാക്കി എല്ലാം നിങ്ങൾക്ക് ടാൻ എന്ന് പറഞ്ഞ സൈൻ ബൈ കോസ് ആണ്, കോസിക് എന്ന് പറഞ്ഞ 1 ബൈ സൈൻ ആണ്, സീക്ക് എന്ന് പറഞ്ഞ 1 ബൈ കോസ് ആണ്, കോട്ട് എന്ന് പറഞ്ഞ 1 ബൈ ടാൻ ആണ്. ഈ റിലേഷൻസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ റിലേഷൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, റെസ്റ്റ് ഓഫ് ദ ബോക്സ് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിള് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ചിലപ്പോൾ ഒരു MCQ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് 2 tan 45 ഡിവൈഡഡ് ബൈ 2 cos 45 എന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ജസ്റ്റ് ഈ ടേബിളിലെ cos 45ഉം tan 45 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെക്കാം. സോ നമുക്ക് ഇത് റിലേറ്റ് ചെയ്യുന്ന എക്സസൈസ് ആണ് നമ്മളുടെ ടെക്സ്റ്റിൽ നെക്സ്റ്റ് കിടക്കുന്നത്. നമുക്കത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. So we are moving on to exercise 8.2. Exercise 8.2 ആണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് എക്സസൈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ്. കണ്ടോ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇതേമാതിരി നമുക്ക് MCQല് പ്രതീക്ഷിക്കാം എന്നുള്ളത്. അപ്പൊ അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ എക്സസൈസ് സെക്കൻഡിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നത്. വി വിൽ ഗോ ഫോർ ഫസ്റ്റ് സബ് ഡിവിഷൻ തന്നെ. ആദ്യം തന്നെ നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം, അതിനുശേഷം കുറച്ച് ഒരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ചെയ്യാം. sin 30 cos 60. ഈ വാല്യൂസ് അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ എത്തിയിരിക്കണം കേട്ടോ. sin 60 എന്താണ്, cos 30 എന്താണെന്നുള്ളത്. ഓക്കെ, sin 60 എന്താണ്? sin 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് √3/2. cos 30 എന്താണ്? ഇറ്റ് ഈസ് അഗെയിൻ √3/2 പ്ലസ് sin 30 എന്താണ്? sin 30 ഇറ്റ് ഈസ് 1/2 അല്ലേ. അതേമാതിരി തന്നെ cos 60 എന്താണ്? ഇറ്റ് ഈസ് അഗെയിൻ 1/2. നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. sin 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 ആണ്, cos 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ √3/2, sin 30 1/2 ആണ്, cos 60 1/2 ആണ്. നിങ്ങൾ എഴുതിയതിന് ശേഷം ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളത് ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. നെക്സ്റ്റ് √3 × √3 എന്താണ്? 3. 2 × 2 ഇറ്റ് ഈസ് 4 പ്ലസ് 1/2 × 1/2 ഇറ്റ് ഈസ് 1/4. 3 + 1 ഇറ്റ് ഈസ് 4. 4 ഡിവൈഡഡ് ബൈ 4 ഇറ്റ് ഈസ് 1. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. MCQനൊക്കെ ഒരു മാർക്കിനൊക്കെ ആയിട്ട് അവർക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായി അറിഞ്ഞു വെക്കുക. ടേബിൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു തേർഡ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ തേർഡ് സബ് ഡിവിഷൻ ചെയ്യാം. ഇറ്റ് ഇസ് cos 45 This cos 45 divided by sec 30 plus cosec 30. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ്. cos 45 എത്രയാണ്? ഇറ്റ് ഈസ് 1/√2. ഓക്കെ, ഡിവൈഡഡ് ബൈ sec 30. sec 30 എന്താണ്? sec 30 ഇറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ cos 30. cos 30 എന്താണ്? √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ sec 30 എന്തായിരിക്കും? 2/√3 ആയിരിക്കും. നെക്സ്റ്റ് cosec 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/sin 30 ആണ്. sin 30 എന്താണ്? 1/2 ആണ്. സോ cosec 30 ഇറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1/2 ഓർ ഇറ്റ് ഈസ് സിംപ്ലി 2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? 1/√2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പോവാണ്. ഇവിടെ എന്താ വരിക?
2 plus 2 root 3 divided by root 3. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് കൺവേ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും എന്ത് ചെയ്യുക, ഒന്നും മിസ് ചെയ്യാണ്ട് എല്ലാ സ്റ്റെപ്പും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സ്റ്റെപ്പ് നിങ്ങളുടെ കറക്റ്റ് ആണോ അത്രയും മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മൾ എല്ലാ സ്റ്റെപ്പും ഇവിടെ എന്ത് ചെയ്യാനായിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് നോക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് സ്റ്റെപ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/√2 ഇൻറ്റു നേരെ റിവേഴ്സ് വരുന്നു അല്ലെ, √3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2√3. ഓക്കെ, ഇപ്പൊ ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷൻ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിനോമിനേറ്ററിന്റെ നേരെ റെസിപ്രോക്കൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 into √3 it is √3 divided by what will be the answer, √2 into 2 plus 2√3 എന്ന് വന്നു. or √3 ഡിവിഷൻ, ഇവിടെയും ഒരു 2 ഉണ്ട് ഇവിടെയും ഒരു 2 ഉണ്ട്. യു ക്യാൻ ടേക്ക് ദ 2 കോമൺ. ഓക്കെ, 2 നമ്മൾ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2 into √2 പ്ലസ് 1 പ്ലസ് √3 എന്ന് വരും അല്ലേ, അത്രേ ഉള്ളൂ. ബാക്കി 2ൽ നിന്ന് 2 പുറത്തേക്ക് എടുത്താൽ 1 ആണ്, 2√3ൽ നിന്ന് 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സിംപ്ലി √3. ഇവിടെ വെച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ മാർക്ക് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ സ്റ്റെപ്പ് ഫർദർ ചെയ്യണം. ബിക്കോസ് ഇവിടെ എന്താണ്, നമ്മളുടെ ഈ ഒരു ഡിനോമിനേറ്റർ, ഈ ഒരു ടേം നോക്കണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് റാഷണൽ. ഇത്രയും ടേം നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇറാഷണൽ അല്ലെ. അപ്പൊ ഇതിന് നമ്മളൊരു 9th സ്റ്റാൻഡേർഡിൽ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ ഇല്ലേ, പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഡിനോമിനേറ്ററിനെ ഇറാഷണലിൽ നിന്ന് റാഷണലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇറാഷണൽ ആയിട്ടുള്ള ഡിനോമിനേറ്ററിന്റെ നേരെ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടെ അതും ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √2 1 പ്ലസ് √3 ഇൻറ്റു √2 ഇൻറ്റു 1 മൈനസ് √3 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 1 മൈനസ് √3. ഓക്കെ, ഇത്രയും ടേമിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ പ്ലസ് ബിയുടെ കോൺജുഗേറ്റ് എന്താണ്, എ മൈനസ് ബി ആണ്. ഇങ്ങനെയൊക്കെ തന്നെ വൃത്തിയിൽ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു വേണ്ട. നമ്മളുടെ ആൻസർ ഷീറ്റ് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് √3 ഇൻറ്റു √2 ഇൻറ്റു 1 മൈനസ് √3 ഡിവിഷൻ. ഇവിടെ എന്താണ് വരുന്നുണ്ടാവുക, 2 ഇൻറ്റു √2 ഇൻറ്റു √2 എന്താണ്, ഇറ്റ് ഇസ് സിംപ്ലി 2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ് വരുന്നത്, ഇറ്റ് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്, ഇറ്റ് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എന്താണ്, എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 സ്ക്വയർ ഇറ്റ് ഇസ് 1 ഇറ്റ് സെൽഫ്. √3യുടെ സ്ക്വയർ എന്താണ്, 3 തന്നെയാണ്. അപ്പൊ 1 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് -2 വന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഡിനോമിനേറ്റർ ഇത്രയുമായിട്ട് എന്ത് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ സ്റ്റെപ്പ് എഴുതാനുണ്ട്. നെക്സ്റ്റ് √3 ഇൻറ്റു √2 എന്താണ്, ഇറ്റ് ഇസ് √6 ഇൻറ്റു 1 മൈനസ് √3 ഡിവിഷൻ. 2 into 2 4, 4 into 2 it is -8 അല്ലേ. അപ്പോൾ or if you are opening the bracket, ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഇറ്റ് ഇസ് √6 മൈനസ് √18 ഡിവൈഡഡ് ബൈ -8 വരും. നെഗറ്റീവ് തന്നെ നമുക്ക് ആദ്യം ന്യൂമറേറ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ എന്താ വരിക, ഇറ്റ് ഈസ് -√6 മൈനസ് √18 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും അല്ലേ. നെഗറ്റീവ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ പോവാണ് കേട്ടോ. നെഗറ്റീവ് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ എന്താ വരിക, ദിസ് ഇസ് -√6 ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ് √18 അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം √18 എഴുതുന്നു, നെക്സ്റ്റ് √6 എഴുതുന്നു, നെക്സ്റ്റ് ഡിവിഷൻ ബൈ 8 എന്ന് എഴുതുന്നു. ഇനി നമുക്ക് ഇവിടെ 6നെയും 18നെയും ഒക്കെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ജസ്റ്റ് 3 into 2 അതാണ് 6. അപ്പൊ നമുക്ക് 6നെ ഇനി മാറ്റണ്ട, √18 നമുക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഇറ്റ് ഇസ് 2 9 3 3 അല്ലെ. അപ്പൊ നമുക്ക് 18 എങ്ങനെ മാറ്റാനായിട്ട് പറ്റും, ഇറ്റ് ഇസ് 3√2 മൈനസ് √6 ഡിവിഷൻ 8.
ഇതായിരിക്കും നമ്മളുടെ എന്ത് വരുന്നുണ്ടാവുക, സിംപ്ലിഫൈഡ് ആൻസർ വരുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും ഡിനോമിനേറ്റർ റാഷണൽ ആക്കി എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടാവുക. ഒരിക്കലും നിങ്ങൾ ഡിനോമിനേറ്റർ ടേം ഇറാഷണൽ ആക്കി വെക്കരുത്. പിന്നെ അത്രയും സമയമൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ബാക്കിയുള്ള പെൻഡിങ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു റാഷണലൈസേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അധികം നേരം എന്ത് ചെയ്യാൻ പാടില്ല, സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 3 hours മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യാണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഒരു ക്വസ്റ്റ്യൻ പിടിച്ചിട്ട് കുറേ അധികം നേരം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.